ഹലോ, ഇന്ന് ഞങ്ങൾ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് സ്നോയിൽ കളിക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ മണ്ണിന് പകരം സ്നോ ആട്ടോ. ഇത് കണ്ട റോഡിൽ വെള്ളച്ചാട്ടം. ഇത് വെള്ളച്ചാട്ടമല്ല കേട്ടോ, ഇത് സ്നോ മെൽറ്റ് ചെയ്യാനുള്ള വെള്ളമാണ്. സ്നോ വന്നാൽ റോഡിൽ ഇവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പോക്കറ്റ് റോഡുകളിലൊക്കെ ലോഡർ മെഷീൻ വന്നിട്ട് മഞ്ഞ് മാറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് മഞ്ഞൊക്കെ നല്ല പൊങ്ങി വെക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ സ്നോമാൻ്റെ പണിയൊക്കെ തുടങ്ങി കേട്ടോ. ഈ പാർക്ക് ഇന്നാളെ നമ്മൾ ഓട്ടം വ്യൂവിൽ കാണിച്ച അതേ പാർക്ക് തന്നെ കേട്ടോ. ഈ പാർക്കിന് ഓരോ സീസണിലും ഓരോ ഭംഗിയാണ് കേട്ടോ. അത് ഈ പാർക്ക് മാത്രമല്ല, ജപ്പാൻ്റെ മുഴുവനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടോ. ഓർക്ക് പണി ഇത് ഉരുട്ടി ഒരു വലിയ ഉണ്ടാക്കിയിട്ട് മൂന്നട്ടി സ്നോമാനൊക്കെ ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ നമ്മളെ മുത്തൂക്ക് പണി അവിടെ മഞ്ഞുമ്പോൾ കിടന്നിട്ട് ഓളെ പ്രിൻ്റൊക്കെ അടിച്ചിട്ടോള്. ഞങ്ങൾ ഉരുട്ടി വലിയ ഉണ്ടായിട്ടോ. ലാസ്റ്റ് എനിക്കും മുത്തുമോക്കൊന്നും ഉരുട്ടാൻ കഴിയല്ല കേട്ടോ. ലാസ്റ്റ് ചവിട്ടി ഉന്തി മറിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് സ്ലൈഡിങ് ചെയ്തിട്ട പണി. ഈ നീല സാധനം കണ്ടല്ലോ, ഇതുമ്മേ ഇരുന്നിട്ട് ഒറ്റ പോക്കാണ്. ഇത് നല്ല രസമായിരുന്നു. അവിടെ ഞാനും മുത്തുമോളും ഉമ്മച്ചൊക്കെ കുറേ നേരം കളിച്ചിട്ടതേറ്റ്. അങ്ങനെ നമ്മളെ കുട്ടി സ്നോമാനൊക്കെ റെഡി ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പം മഞ്ഞുണ്ടുണ്ടാക്കി ഒറ്റ എയർ ചെയ്തിട്ടോ. പിന്നെ ഇടക്ക് മഞ്ഞിൽ നിന്ന് വെളിക്കൊക്കെ പോകും, അത് സാധാരണയാണ്. ഇത് പെയ്ത പാട് കളിക്കാൻ നല്ല രസം കേട്ടോ. പക്ഷെ നമ്മൾ കുറേ നേരം നമ്മൾ നടന്ന് ഇതൊക്കെ കഴിയുമ്പോൾ സ്നോ ഐസാവും. അപ്പോൾ പിന്നെ വെളിക്ക് പോകും കേട്ടോ. അപ്പോൾ ഇനി ജപ്പാൻ്റെ സ്നോ വിശേഷങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നല്ല കാറ്റൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഗ്ലൗസൊക്കെ നനഞ്ഞ് തണുക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നിട്ടോ. അപ്പം ഉമ്മച്ചി വീട്ടിൽ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് നല്ല തണുപ്പത്ത് നല്ല ചൂട് മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.